പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് നമ്മൾ ബലിജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും നിർമ്മലവുമായ ഒരു സജീവ ബലിയായി അർപ്പിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ശരീരത്തെ ഒരു ബലിയായി അർപ്പിക്കണം എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, നമ്മുടെ ഈ ശരീരം ദൈവം തന്നതാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം നമുക്ക് ലഭിച്ച ഈ ശരീരം അമ്മയുടെ സഹായത്തോടെ, അതുപോലെ പിന്നീട് അമ്മയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഞാൻ സ്വതന്ത്ര വ്യക്തിയായി വന്നതിന് ശേഷം, ഉരുവായതിനു ശേഷം പുറത്തേക്ക് ലോകത്തിലേക്ക് വന്നതിന് ശേഷം അനേകം വ്യക്തികളിലൂടെയും അനേകം ദൈവികമായ സംവിധാനങ്ങളിലൂടെയും വസ്തുക്കളിലൂടെയൊക്കെ എൻ്റെ ശരീരം വളർന്നു വന്നു. എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു അവബോധമുണ്ടാകുന്ന ഒരു പ്രായം വരുന്നു. ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അനവധി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അങ്ങനെയുള്ള ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ടും ശരീരത്തിലൂടെയും ശരീരത്തിനു വേണ്ടിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ജീവിത ചര്യകളിൽ എപ്പോഴും ഒരു ചൈതന്യം ആ ശരീരത്തെ നയിച്ചുകൊണ്ടിരിക്കണം. ആ ചൈതന്യം നമ്മുടെ ആത്മാവാണ്. ആത്മാവിൽ ദൈവം കുടികൊള്ളുന്നു. ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിനെ ഞാൻ സക്രാരി എന്ന് വിളിക്കും, ശരീരത്തെ ദൈവാലയം എന്ന് പൗലോസ്ലീഹായുടെ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കും. സക്രാരിയാകുന്ന ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹ ശക്തി ചൈതന്യം നമ്മുടെ ആത്മാവിൽ നിന്ന് ബുദ്ധിയിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓരോ ഇന്ദ്രിയത്തിലേക്കും ഓരോ ജീവകോശത്തിലേക്കും ഒഴുകി ഇറങ്ങിയാൽ മാത്രമേ ശരീരം ഒരു ദൈവാലയത്തിൻ്റെ അഭിഷേകമുള്ള വിശുദ്ധിയുള്ള കാര്യമായി മാറുകയുള്ളൂ. ശരീരത്തെ ഒരു ബലിയാക്കി മാറ്റണമെങ്കിൽ ശരീരത്തെ ദൈവാലയമാക്കി നമ്മൾ മാറ്റണം. 1 കൊറിന്തോസ് 3:16-17 നമ്മൾ വായിക്കുന്നു: നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമത്രേ, ആ ആലയം നിങ്ങൾ തന്നെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ശരീരത്തെ ദൈവാലയമായി നാം തന്നെ തിരിച്ചറിയുക, ബോധ്യപ്പെടുക. ആ ആലയത്തിൻ്റെ പവിത്രതയ്ക്ക് പരിശുദ്ധിക്ക് ചേരാത്തതൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല, പരിശുദ്ധിക്ക് സഹായകമാകുന്നതെല്ലാം ഞാൻ സ്വീകരിക്കുമെന്നുള്ള ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം എൻ്റെ ഈ ശരീരത്തിൻ്റെ പവിത്രതയ്ക്ക് അനിവാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ശരീരം നമുക്ക് ഒരു ഭാരമായി, നമ്മുടെ അസ്തിത്വത്തിൻ്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഒരു കാര്യമായി നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള തോന്നലല്ല. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള തോന്നൽ, ഈ ശരീരം ദൈവാലയമാണ്. ഈ ദൈവാലയം ഇവിടെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആത്മാവ് അതിനുണ്ടാകൂ. ഈ ആത്മാവും ശരീരവും ചേർന്ന ഞാൻ എന്ന ദൈവ പൈതൽ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്ന ആളായിട്ട് മാറണമെങ്കിൽ ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ഒരു ശരീരം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. ആ ശരീരം ലോകത്തിൻ്റെ ഏതെങ്കിലും സ്വാധീനത്തിലോ ലൈംഗികതയുടെ അശുദ്ധമായിട്ടുള്ള വ്യാപാര മേഖലയിലോ ഏതെങ്കിലും അക്രമ പ്രവൃത്തിയിലോ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന ഏതെങ്കിലും തിന്മയിലോ നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന സുഖാസ്വാദന മേഖലയിലോ ഭോജനപ്രിയത്തിലോ അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പാപകരമായി നയിക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗത്തിലോ നമ്മൾ ഈ ശരീരത്തെ മാറ്റിമറിച്ചാൽ അതോടുകൂടി നമ്മുടെ ദേവാലയത്തിൻ്റെ പവിത്രത പോകും. അങ്ങനെ വന്നാൽ റോമ 12:1 പറഞ്ഞിരിക്കുന്ന
ശരീരത്തെ സജീവ ബലിയായി അർപ്പിക്കുക എന്നുള്ള കർമ്മം പരാജയപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-17 വചനങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമത്രേ, ആ ആലയം നിങ്ങൾ തന്നെ. അതിൽ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സന്ദേശം പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവൻ്റെ ദൈവം നശിപ്പിക്കുമെന്നാണ്. ഇത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു തിരുവചനമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ തന്നെ ഒത്തിരി പേരിൽ നിന്ന് ഈ കമൻറ്റ് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തെ ദുരുപയോഗിച്ചു, നശിപ്പിച്ചു, പാപത്തിന് ഉപയോഗിച്ചു, അതുകൊണ്ട് ദൈവം എന്നെ നശിപ്പിച്ചു. എനിക്ക് എയ്ഡ്സ് തന്നു, എനിക്ക് ക്യാൻസർ തന്നു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ദൈവം എടുത്തു കളഞ്ഞു, എൻ്റെ ചെവിയുടെ കേൾവി കളഞ്ഞു, എനിക്ക് അൾസർ തന്നു, എനിക്ക് അസ്ഥിരോഗം തന്നു. അങ്ങനെ 100,000 പ്രസ്താവനകൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണത് എന്നുള്ളത് തീർച്ചയാണ്. നമുക്കതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോകാം. പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവം ആരെങ്കിലും നശിപ്പിക്കുമോ? ഒരിക്കലും ദൈവത്തിന് ആരെയും നശിപ്പിക്കാൻ പറ്റില്ല. ദൈവം നാശകനല്ല, രക്ഷകനാണ്. അപ്പോൾ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ആരെയും നശിപ്പിക്കാനായി ശിക്ഷിക്കുകയില്ല എന്നുള്ള സത്യം. എന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ശിക്ഷണ വിധേയരാക്കി, ആ ശിക്ഷണ വിധേയരാക്കുന്ന ഒരു ശിക്ഷയായിട്ട് വരാം. അതിന് ശിക്ഷയെന്ന് വിളിക്കുന്നത് തെറ്റില്ല. അവരെ രക്ഷിക്കാൻ നോക്കും. എന്നല്ലാതെ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ നശിപ്പിച്ച് കളയുക എന്നുള്ള ദൈവ സ്വഭാവമല്ല. അയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ദൈവം ശ്രമിക്കുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്നു. രക്ഷയ്ക്ക് അനിവാര്യമായ എല്ലാ സൗകര്യങ്ങളും, സാഹചര്യങ്ങളും, കൂട്ടായ്മകളും, അഭിഷേകവും എല്ലാം ദൈവം കൊടുക്കും. എന്നിട്ട് അതിനോട് നിസ്സഹകരിച്ച് യൂദാസിനെ പോലെ ദൈവത്തെ പരിപൂർണമായി ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയാതെ അനുസരണക്കേടും ധിക്കാരവും ഏറ്റവും ക്രൂരമായ ദൈവപുത്രനെ രക്ഷകനെ ഒറ്റക്കൊടുക്കുന്ന പാപവും ചെയ്ത് ആത്മനാശത്തിലേക്ക് നീങ്ങുന്ന യൂദാസ് ദൈവം കൊടുക്കുന്ന സൽപ്രേരണ പോലും കേൾക്കാനാവാതെ ബന്ധിതനായി. കാരണം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ അവനിൽ സാത്താൻ പ്രവേശിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുവിനെ അവൻ സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവനിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഓരോരുത്തരിലും സംഭവിക്കുന്ന അത്ഭുതം അതാണ്. പക്ഷെ ഇവിടെ ദിവ്യകാരുണ്യം ആ യേശുവിനെ അവൻ സ്വീകരിച്ചപ്പോൾ അവന് സാത്താൻ പ്രവേശിച്ചു എന്നുള്ള നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതും അങ്ങേയറ്റം അതിശയിപ്പിക്കുന്നതുമായ ഒരു വാചകം ബൈബിൾ വായിക്കുന്നു. യോഹന്നാൻ 13:27. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? യേശുവിനെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഉൾക്കൊള്ളാത്ത ഒരാൾ അപ്പത്തിൻ്റെ രൂപത്തിൽ യേശുവിനെ ഉൾക്കൊള്ളാൻ നോക്കിയാൽ, അയോഗ്യതയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എന്ന പാപത്തിൽ അധപതിച്ചാൽ, അപ്പോൾ തന്നെ അയാളെ പിശാചിന് പിടികൂടാൻ പറ്റും. അയാളെ പിശാച് ബാധിച്ചു എന്നുള്ള, പിശാച് ബാധ എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് പിശാച് അയാളുടെ മനസ്സിനെ ഒബ്സസ് ചെയ്തു. ഒബ്സക്ഷനാണത്. അയാളുടെ ഉള്ളിൽ, മനസ്സിനകത്ത് പിശാച് കയറി. അതോടുകൂടി മനസ്സിനുള്ളിൽ കയറിയ പിശാചിൻ്റെ നിമന്ത്രണങ്ങൾക്ക് മാത്രം ചെവി കൊടുക്കാൻ പറ്റിയ ഒരു ദുരിതം അവനെ പിടികൂടി. അല്ലെങ്കിൽ ഒരു ഗൗരവതരമായിട്ടുള്ളൊരു പരാജയം അവനുണ്ടായി. ഇനി ദൈവസ്വരം കേൾക്കാൻ പറ്റില്ല. എന്നാലും ദൈവം അവനെ കൈവിടില്ല. യൂദാസ് ആത്മഹത്യ ചെയ്യുന്ന ആ നിമിഷം വരെ, തൻ്റെ ആത്മാവിനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം വരെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. വാതിൽ തുറക്കുക, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്ന് ഞാൻ അവൻ്റെ അകത്ത് വരും, അവനോടൊപ്പം ഭക്ഷിക്കുമെന്നുള്ള തിരുവചന പ്രകാരമുള്ള തിരുമുട്ടൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക. തമ്പുരാൻ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിത ബലിയർപ്പണത്തിൻ്റെ മഹാപരാജയത്തിൽ അവൻ ദൈവസ്വരം കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധനത്തിൽ വീണതുകൊണ്ട്, പിശാചിൻ്റെ സ്വരം മാത്രം കേൾക്കുന്ന ദുരിതത്തിൽപ്പെട്ടതുകൊണ്ട്, ദുരവസ്ഥയിൽ വീണതുകൊണ്ട് അവൻ ദൈവസ്വരം കേൾക്കാതെ ആത്മാഹുതി ചെയ്തു. അതായത് ആത്മാവിനെ പിശാചിന് കൈയാളിച്ചു കൊടുത്തു.
ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിനെ, ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിനെ ഒരു വ്യക്തി ബോധപൂർവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ, ദൈവമാരാണെന്ന് അറിഞ്ഞിട്ട് പോലും ദൈവസ്വരം കേൾക്കാതെ ഈ ആത്മാവിനെ പിശാചിൻ്റെ കൈകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പണി. എന്ന് കരുതി ആത്മഹത്യ ചെയ്ത എല്ലാവരും പിശാചിൻ്റെ ആയിപ്പോയി നരകത്തിൽ പോയി എന്ന് വിധിക്കാൻ നമ്മളാരുമല്ല. പൊതുവെ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാവിനെ അയാൾ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം ശരീരത്തിലെ ജീവൻ ചോർത്തിക്കളയുന്ന ആ പ്രക്രിയയുടെ അവസാന നിമിഷം അയാൾ പശ്ചാത്തപിച്ചോ ഇല്ലയോ എന്ന് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് വിധി പ്രഖ്യാപിക്കാൻ പറ്റാത്തതുകൊണ്ട്, ജഡ്ജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിധി എന്താണെന്ന് നമ്മൾ പറയാൻ പാടില്ല. അയാൾ അനുദപിച്ചിട്ടുണ്ടോ, അവസാന നിമിഷം തെറ്റുപറ്റിപ്പോയി, പക്ഷെ ജീവൻ തിരിച്ചു പിടിച്ചു നിർത്താനോ തിരിച്ചെടുക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാളുടെ ആത്മാവ് പിശാചിങ്കിൽ എത്തി എന്ന് വിധി പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റില്ല. സബ്ജക്റ്റീവായിട്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒബ്ജക്റ്റീവായി, വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ അത് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കല. ബലിയായിട്ട് ജീവിതത്തെ മാറ്റുന്നില്ലാത്തതിൻ്റെ ദുരന്തം ഉണ്ടായത്. ഇനി നമുക്ക് തിരിച്ചു വീണ്ടും 1 കൊരിന്തോസ് 3:16-17 വരാം. അവിടെ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവാലയമാകുന്ന ഈ ശരീരത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല. പ്രത്യുത പിശാച് നമുക്ക് തരുന്ന പ്രലോഭനത്തിൽ നാം വീണ്, അവൻ്റെ സ്വാധീനത്തിൽ വീണ്, അവൻ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റുകഴിയുമ്പോൾ അവൻ നമ്മുടെ മനസ്സിനെ കൊണ്ട് പിശാചിന് അനുകൂലമായ ചിന്തയിലേക്ക് നയിക്കും. പിശാചിൻ്റെ പദ്ധതി എന്താണ്, ആഗ്രഹം എന്താണ്, അതിലേക്ക് നയിക്കും. ജെറമ്യായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തെ നമ്മെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ആ തിരുവചനത്തിൻ്റെ മറുവശം എടുത്ത് നോക്കിക്കേ. ആ തിരുവചനം പൂർണ്ണമായി ഇങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് പിശാച് പറയുന്നത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. പിശാച് പറയുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി, നിങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ ദുരിതത്തിന് വേണ്ടിയുള്ള പദ്ധതി. ഇതാണ് പിശാച് പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ പിശാച് പ്രലോഭകനായി എൻ്റെ പക്കലേക്ക് വരുമ്പോൾ ഞാൻ ആ നിമിഷം തന്നെ കർത്താവിലേക്ക് തിരിയാതെ, കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ, ഹൗവ അന്ന് ചെയ്തതുപോലെ പിശാച് പ്രലോഭനമായി വന്നപ്പോൾ അവരുടെ ഭർത്താവിനെ ആ സമയത്ത് വിളിച്ചു കൊണ്ടുവന്ന് ജീവന്റെ വൃക്ഷത്തെങ്കിലേക്ക് പോകാതെ ആ നന്മതിന്മകളിലെ അറിവിൻ്റെ വൃക്ഷമായി വിലക്കപ്പെട്ട ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ വിലക്കപ്പെട്ട കനി തിന്നേണ്ട ദുരവസ്ഥ ഉണ്ടായില്ലേ? അതുപോലെ സംഭവിക്കും. പിശാച് പ്രലോഭനവുമായി വരുമ്പോൾ പ്രലോഭകനായ സാത്താനോട് നമ്മൾ നോ പറയുന്നത് മറ്റൊരു രക്ഷാകരമായ ഒരു പ്രവൃത്തിയിലൂടെയാണ്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് യേശു പറഞ്ഞേക്കുക. പിശാചിനോട് സംസാരിക്കാനോ മറുതലിക്കാനോ യുദ്ധം ചെയ്യാനോ നോ പറഞ്ഞുകൊണ്ടിരിക്കാനോ തർക്കിക്കാനോ അല്ല പോകേണ്ടത്. ഹൗവ ചെയ്തതുപോലെ തർക്കം തുടങ്ങിയാൽ അവൻ ദുർജ്ഞാനം കുത്തിവെച്ച് നമ്മിലുള്ള ജ്ഞാനം ചോർത്തിക്കളയും. അപ്പോൾ പ്രലോഭകനായ സാത്താൻ ഇങ്ങ് വരുമ്പോൾ നാം ചെയ്യേണ്ടത് പ്രലോഭകനായ സാത്താനോട് മറുതലിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ആയുധം തമ്പുരാനോട് സംസാരിക്കുക, തമ്പുരാൻ്റെ സവിധത്തിലായിരിക്കുക, തമ്പുരാനുമായുള്ള ബന്ധം ദൃഢതരമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ പിശാച് നമ്മെ നശിപ്പിക്കാനുള്ള പ്രവർത്തനം ഇത് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നാം അവനോട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് നാശമുണ്ടാകൂ. അതായത് നമ്മളെ നശിപ്പിക്കുന്ന ദൈവമല്ല, നമ്മളെ നശിപ്പിക്കുന്ന സാത്താനാണ്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, കള്ളൻ പിശാച് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. അപ്പോൾ ആരാണ് ഈ നശിപ്പിക്കുന്നത്? ആരാണ് നാശകൻ? പിശാച്. പിശാചാണ് ഈ നശിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ അറിയണം, എൻ്റെ അനുവാദവും സഹകരണവും കൂടാതെ ഒരിക്കലും നശിപ്പിക്കാൻ പിശാചിന് പറ്റില്ല. എൻ്റെ കൾപ്പബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യത്തിലുള്ള
എൻ്റെ കുറ്റം, എൻ്റെ തെറ്റ്, അവിടെയുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്വം ഏതിലാണെന്നറിയോ? എൻ്റെ തമ്പുരാനോട് ഞാൻ യേശു പറയേണ്ടതിന് പകരം പിശാചിനോട് യേശു പറഞ്ഞു. ആ പിശാചിനോട് യേശു പറഞ്ഞപ്പോൾ അവൻ പിന്നെ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും, യൂദാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് പിശാചിൻ്റെ ബന്ധനത്തിൻ്റെ ഏറ്റവും ശക്തി പ്രകടമാകുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവേഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. പിശാച് പറയുന്ന പോലെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ എന്നെ നശിപ്പിക്കാൻ വരുന്ന പിശാച് എന്നെ നശിപ്പിക്കും. എന്നെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ എല്ലാറ്റിനും നശിപ്പിക്കുകയാണ് ചെയ്യുക. എനിക്കുള്ളതിനെ എന്നെ നശിപ്പിക്കുക ചെയ്യുക. അങ്ങനെ എന്നെ നശിപ്പിക്കാൻ വരുന്ന സാത്താൻ, അവനെ ഈശോ നശിപ്പിക്കും. ആ സമയത്ത് ഞാൻ സാത്താനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഞാനും ആ കൂടെ നശിച്ചു പോകും. എന്നാൽ സാത്താനെ ഉപേക്ഷിച്ച് ദൈവമേ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ നേരെ തിരിഞ്ഞാൽ സാത്താൻ നശിപ്പിക്കപ്പെടുകയും ഞാൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തെ ഒരു ബലിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, ഒരു ബലിയർപ്പണം ശരീരം വഴി നടത്തുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. എപ്പോൾ പാപം വഴി പിശാചിനോട് ചേരുന്നുവോ, പ്രലോഭകനായ സാത്താന് എൻ്റെ തലകുനിച്ച് ഞാൻ കൊടുത്ത് യെസ് എന്ന് പറയുന്നുവോ, അപ്പോൾ എൻ്റെ ബലി തകർന്നു, എൻ്റെ ബലി ഇല്ലാതായി. എൻ്റെ ജീവിതത്തെ, ശരീരത്തെ ഒരു ബലിയാക്കി മാറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്നിരിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, പിശാച് നമ്മളെ നശിപ്പിക്കാൻ പറ്റുന്ന അവൻ്റെ ഗൂഢതന്ത്രങ്ങൾ, അവൻ്റെ എല്ലാ നിഗൂഢ വഴികൾ, അവൻ്റെ ഇരുട്ട് നിറഞ്ഞ മാർഗങ്ങൾ, അത് തിരിച്ചറിയണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തിൻ്റെ തിരികെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അവിടുന്ന് തരുന്ന എല്ലാ സ്വർഗീയമായ സമ്മാനങ്ങളും സ്വീകരിക്കണം. തിരുവചനമുണ്ട്, കൂദാശകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, തിരുസഭയുണ്ട്, സഭയിലൂടെയുള്ള പ്രബോധനങ്ങളുണ്ട്, നമ്മുടെ മുമ്പേ കടന്നുപോയ വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളുണ്ട്, അവരിലൂടെ വന്ന പരിശുദ്ധാത്മാവിൻ്റെ തിരുമൊഴികളുണ്ട്. അതെല്ലാം നമ്മുടെ മുമ്പിൽ കത്തുന്ന, ജ്വലിച്ചു നിൽക്കുന്ന വിളക്കുകളായിട്ടുള്ളപ്പോൾ അവയിലേക്ക് തിരിഞ്ഞാൽ ഇരുട്ടിൻ്റെ അധിപനായ സാത്താൻ്റെ പിടിയെ നമ്മൾ പെട്ടുപോവില്ല. അപ്പോൾ ജീവിത ബലി അർപ്പിക്കാൻ, ശരീരത്തെ ഒരു ബലിവസ്തുവാക്കി മാറ്റുവാൻ, ജീവിതം മുഴുവനും ഒരു ബലിയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും ഒത്തിരി അനുഗ്രഹിക്കണം ഈശോയെ. ജീവിത ബലിയർപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ പലപ്പോഴും ക്ഷീണിച്ചും തളർന്നും മുന്നോട്ട് പോകാനാവാതെ വല്ലാതെ വേദനിക്കുന്ന അനേകം പേര് ലോകത്തിലുണ്ട്. നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനാവാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭഗാവസ്ഥയിലുള്ളവരുണ്ട്. ഞങ്ങളുടെ ഈ ബലഹീനത ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങളിൽ നിന്ന്, എല്ലാ വ്യക്തികളിൽ നിന്ന്, എല്ലാവരുടെയും ജീവിത വിശദാംശങ്ങളിൽ നിന്ന്, ശുശ്രൂഷകളിൽ നിന്ന്, ആത്മീയ ജീവിത മേഖലകളിൽ നിന്ന് എല്ലാ ദുരാത്മശക്തി സ്വാധീന ബന്ധനങ്ങളും അഴിച്ചു നീക്കണേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളാവരിലേക്ക് ഇപ്പോൾ സൗഖ്യമയക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന രോഗികളെ തൊട്ട് സുഖപ്പെടുത്തണേ കർത്താവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പ്രവർത്തിക്കണമേ. ഓരോരുത്തരും അവരായിരിക്കുന്ന അവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക്, സ്ഥലങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി അയക്കണേ കർത്താവേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ വചനത്തിൻ്റെ ജീവനാ നിറയട്ടെ. ഈ വചനത്തിലൂടെ അങ്ങ് തന്നെയാണല്ലോ പ്രവർത്തിക്കുന്ന കർത്താവേ. അങ്ങയുടെ പരിശുദ്ധ ശക്തിയാൽ അവരിലുള്ള തിന്മകളൊക്കെ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാഗതമായി സകലരും അനുദപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുമ്പോൾ
സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ഡേവിസ് എന്ന സഹോദരൻ ചിക്കമംഗ്ലൂർ ജില്ല, കർണാടകയിൽ നിന്നാണ് വരുന്നത്. മലയാളിയാണ്. ഒരു വീടിൻ്റെ പണി നടക്കുന്ന വഴിക്ക് മുകളിൽ നിന്ന് ഒരു മരം അല്ലെങ്കിൽ ഒരു ഉത്തരം തെറ്റി തലയിലേക്ക് വീണു. അങ്ങനെ 2 ചെവിയുടെ കേൾവി മങ്ങിപ്പോയി. ചെവി പഴുക്കുന്നു. കഠിനമായ വേദനയൊക്കെ ആയിരുന്നു. ഓപ്പറേഷൻ നടത്തണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ഫലവും കിട്ടിയില്ല. ഓപ്പറേഷൻ നടത്തിയോ? ഇല്ല. എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ നടത്താതിരുന്നത്? പൈസയുടെ കുറവുണ്ട്. ഇപ്പോൾ എല്ലാം വ്യക്തമായിട്ട് കേൾക്കാവോ? അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. 2 ചെവിക്കും മങ്ങലുണ്ടായിരുന്നു. ഞാൻ മൈക്കിൽ നിന്ന് മാറി നിന്ന് ചോദിക്കുകയാണ്. 51 വയസ്സ്. ഞാൻ വയസ്സെത്രയാന്ന് ചോദിച്ചപ്പോൾ, ഞാൻ മൈക്കില്ലാതെ ചോദിച്ചപ്പോഴും കൃത്യമായിട്ട് ഏജ് പറയുന്നു. ഇപ്പോൾ കേൾവി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ കൂടാതെ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. അച്ഛൻ്റെ പേര് പറഞ്ഞേ. എൻ്റെ പേര് ഫാദർ സെഡ്രിക്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഫ്രാൻസിസ് സെഡ്രിക് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. അച്ഛന്
കഴുത്തിന് വേദനയായിരുന്നല്ലേ? ആ കഴുത്തിനൊരു പിടുത്തം ഉണ്ടായിരുന്നു. 17 വർഷം മുമ്പ് കാർ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പഠിച്ചപ്പം റിവേഴ്സ് എടുത്തപ്പം വലിയൊരു ഇടി കാർ കിട്ടി. ഡ്രൈവ് ചെയ്തപ്പോൾ റിവേഴ്സ് എടുത്തപ്പോൾ ഒരു അടി കിട്ടി. അങ്ങനെ കഴുത്തിനൊരു പിടുത്തം വന്നു. പിടുത്തം 17 വർഷമായിട്ടുള്ള ആ വേദന അച്ഛൻ ഇന്നത്തെ ആ പിടുത്തം ഇന്നലത്തെ ആരാധന അവസരത്തിൽ, സ്തുതിപ്പിന്റെ അവസരത്തിൽ അത് പൂർണ്ണമായിട്ട് മാറി. കാര്യം കഴുത്ത് നല്ലോണം എനിക്ക് ഇപ്പം കഴുത്ത് തിരിക്കാൻ പറ്റും. ഫ്രീ ആയിട്ടുണ്ട്. അതെ, സ്റ്റിഫ് നെക്ക് മാറി. സ്റ്റിഫ് നെക്ക് മാറി. ഇപ്പോൾ അച്ഛന് 17 വർഷം പഴക്കമുള്ള ഈ അസുഖം കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നിൽക്കുന്ന സഹോദരൻ്റെ പേര് ബെന്നി വർഗീസ്. രാജസ്ഥാനിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. വീട് എവിടെയാണ്? കോട്ടയം ചെങ്ങളം. ഈ മൂക്കിന് ഇപ്പോൾ ഈ പ്രാർത്ഥിച്ച സമയത്തുണ്ടായ രോഗശാന്തി എന്താണെന്ന് പറഞ്ഞു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു കൊല്ലം കൊണ്ട് മൂക്ക് രണ്ടും അടച്ചിരിക്കുകയാണ്, മാംസം വളരുന്നതെന്ന് പറഞ്ഞു. 3 ഡോക്ടറെ കാണിച്ചു. 3 പേരും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഇപ്പം അച്ഛൻ ഈ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ സുഖമായിട്ട് ശ്വാസം പരിഹരിക്കും, ഒരു കുഴപ്പമില്ല. 2 മൂക്കും പൂർണ്ണമായി തുറന്നിരിക്കുന്നു. എത്ര കാലമായി ഇങ്ങനെ മൂക്ക് അടച്ചപ്പോൾ? 1 വർഷത്തോളമായി 3 ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ പൂർണ്ണമായി തുറന്നിരിക്കുന്നു, യാതൊരു ബ്ലോക്കുമില്ല. 2 മൂക്കും പൂർണ്ണമായി തുറന്നിരിക്കുന്നു. ഈശോ നൽകിയ വലിയ സൗഖ്യത്തെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.